മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ആയിരങ്ങൾ പിതൃമോക്ഷ പ്രാപ്തിക്കായി ബലിയിടുന്നു. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് ശിവരാത്രി വിളക്കിന് ശേഷമാണ് ബലിതർപ്പണം ആരംഭിച്ചത്. 116 ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ് അഗെയിൻ. കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ 1000-ലധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു ചടങ്ങുകൾ? അമൃത, ഗുഡ് മോർണിംഗ്. പിതൃതർപ്പണ ചടങ്ങുകൾ ഒക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലുവ മണപ്പുറത്തെ ഏകദേശം ഒരു 5000-ഓളം ആളുകൾ ഇത്തവണ ബലിതർപ്പണത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 116 ബലിത്തറകളാണ് ഇത്തവണ ആലുവയിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ ബലിത്തറകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഴയടക്കം നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എണ്ണം കുറച്ചത്. പക്ഷേ ഇത്തവണ അത് 116ലേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഉള്ള ആളുകളാണ് ആലുവയിൽ ബലിതർപ്പണത്തിന് വേണ്ടി എത്തുക. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി വന്ന് ഈ ആലുവ ശിവക്ഷേത്ര സന്നിധിയിൽ ഇരുന്ന് അതിനുശേഷം പുലർച്ചെ രാവിലെ 4 മണിയോടുകൂടി ബലിതർപ്പണ ചടങ്ങ് നടത്തി തിരികെ പോകുന്നു. അതാണ് ആലുവയിലൊരു പ്രധാനപ്പെട്ട രീതി. അങ്ങനെയാണ് ആലുവയിൽ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ നടക്കാറുള്ളത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 116 ബലിത്തറകളും അതോടൊപ്പം തന്നെ 1500 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേക KSRTC സർവീസ് അങ്ങനെയൊക്കെ എല്ലാം പൂർത്തിയാക്കി, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുത്, അതെല്ലാം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആലുവ ക്ഷേത്രത്തിന് സമീപത്തൊക്കെ ഗതാഗത നിയന്ത്രണവുമുണ്ട്. പ്രത്യേക ഇടങ്ങളിലേക്ക്, ചില വഴികളിലൂടെയൊക്കെ വാഹനം ശരി. പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ആലുവ മണപ്പുറത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.